ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിനായി ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി കുറച്ച് തേങ്ങ ചിരവിയതും, ഞാനിവിടെ 1/2 ബൗൾ തേങ്ങ ചിരവിയതാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റണം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് നന്നായി ഒന്ന് വേകുവാൻ വേണ്ടി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് വേകുന്ന സമയത്ത് നമുക്ക് തൈരൊന്ന് കട്ടയില്ലാതെ കടഞ്ഞെടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാവണം. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തൈരും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി നന്നായി വറുത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓണസദ്യയിലെ ബീട്രൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റും വളരെ സിമ്പിളുമാണിത് തയ്യാറാക്കാൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.